അപ്പൊ അമ്മ ഇതിന്റെ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ അകത്ത് പൈസയുണ്ട്. ആ പൈസക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് മേടിക്കാം. ഹായ്, നമസ്കാരം. അപ്പോൾ ഇതാണ് സൂരജ്. സൂരജ് എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചെയ്ത കാര്യമല്ലേ, അത് വല്ലാതെ മനസ്സിൽ തട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ കൊടും ചൂടിലേ, അതും നോമ്പ് കാലത്ത് ഒരു ഉമ്മയും മോളെ ഒരു പള്ളിൻ്റെ മുന്നിലേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സങ്കടപ്പെടുത്തണ അതിലുപരി വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ? എന്നാ വരും. ഭർത്താവില്ല, മാപ്പിള മരിച്ചിട്ട് 14 വർഷം. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷം. കണ്ടില്ലേ, ചില സ്ത്രീകൾക്കേ അവരവരുടെ ഭർത്താക്കന്മാരില്ലാതായി കഴിഞ്ഞാലേ പിന്നെ വേറൊരു വഴി പോലെ മുന്നിലുണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിച്ചാലേ അവരുടെ മുന്നോട്ടുള്ള ജീവിതം തള്ളി നീക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇവരെപ്പോലുള്ള ആൾക്കാർക്ക് നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിലേ ആ സാമർത്ഥ്യം വളവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നുള്ള സ്ത്രീകൾ ഭൂരിഭാഗം ജോലി ചെയ്തിട്ട് ഒറ്റക്ക് കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് വേറൊരു ഉപാധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ വല്ലാത്തൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ബാക്കിയാണ്. ഇവിടെ എന്തിനാ വന്നിരിക്കണേ? കണ്ടില്ലേ, ജുമാ സമയമാണ്. അതുകൊണ്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നത്. ഇതിലാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഇന്നുള്ള കാലത്തെ മനുഷ്യന്മാർ തമ്മിൽ തല്ലലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വാശിയൊക്കെ, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഒരു ദിവസം കടന്നു പോകുമ്പോഴേക്കിന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ദേഷ്യമല്ല, വാശിയില്ല. ആകെയുള്ളത് എന്താണ്? ഒരു ചാൺ വയറിൻ്റെ വിശപ്പ് മാത്രം. അതുണ്ടെങ്കിലേ നമുക്ക് ആരെയും തല്ലാനും കുത്താനും പോകാൻ തോന്നൂല. കടവും പ്രശ്നങ്ങളും നമ്മളെ ചിന്തിക്ക് വരില്ല. ആകെ വരുന്നത് എന്താ കാരം? എങ്ങനെയെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതിയെന്ന്. അതിന് ഉത്തമ ഉദാഹരണമാണിത്. കിട്ടിയ പൈസ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴേ അത് പറഞ്ഞാൽ എന്താ നോക്കി. വീട്ടു സാധനങ്ങൾ അപ്പൊ നമുക്ക് വാങ്ങാൻ പോവാം. കണ്ടില്ലേ, വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചെന്നാൽ മതിയെന്ന്. വീട്ടു സാധനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? AC-യോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നല്ല, വീട്ടിലേക്കുള്ള അരി സാധനങ്ങൾ. അത് പറയുമ്പോൾ നമുക്ക് ആ ഉമ്മാൻ്റെ മുഖത്ത് നമുക്ക് കാണാം വിശപ്പിൻ്റെ കാഠിന്യം എത്രയാണെന്ന്. എന്തായാലും നമ്മളെ ചെക്കൻ പൊളിയല്ലേ. ഇനിയാണ് ആ പറഞ്ഞ ടിസ്റ്റ് എന്താണെന്നുള്ളത്. ഇതൊന്നും ഉണ്ടോക്കി ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഫോളോ ചെയ്തിട്ടുള്ളോണ്ടേ 4000 രൂപ കിട്ടി. 2000 രൂപയ്ക്ക് ഞാൻ ബാക്കി 2000 രൂപയ്ക്ക് അവിടെ മാറ്റി. അതാണ് നമ്മളെ ചെക്കൻ. ഓനക്കറിയാം കുറച്ച് പൈസയും കൊണ്ട് ഒന്നും കിട്ടൂലെന്ന്. അതുകൊണ്ട് എന്താ കാട്ടിയേ, ആ ഫോൺ കൊണ്ട് വാങ്ങിയിട്ടേ നിങ്ങൾ ആദ്യം തന്നെ ഫോളോ ചെയ്തുക്കണമെന്നാണ്ട് പറഞ്ഞു. ഓർക്ക് കുറച്ചും കൂടി സഹായം അധികം ചെയ്യാനുള്ള മനസ്സില്ലേ. ഇതിനൊക്കെ അല്ലേ യഥാർത്ഥ ഹീറോയിസം എന്ന് പറയാം. ആ പാവങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മറിമായ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ബാക്കിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് അമ്മയെ ഞാൻ കാണും, അമ്മക്ക് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞു. സന്തോഷമായി മക്കളെ. അതാണ് ഇന്നുള്ള കാലത്തെ ഒരുപാട് പേർക്ക് സഹായിക്കാനുള്ള മനസ്സ് തോന്നണത് തന്നെ വലിയ കാര്യം. എന്നിട്ട് അതിനെ കുറ്റം പറയാനോ വേറെയും കുറേ ആൾക്കാർ ഒരു ഫോളോവേഴ്സിനെ കൂട്ടാനാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയാം. ഫോളോവേഴ്സിനെ കൂട്ടാനാണെങ്കിൽ അത് കൂടിക്കോട്ടെ, എന്നാളിൽ ഓർക്ക് 10 റുപ്യ ഇട്ടുള്ളൂ. അപ്പോഴുള്ള അതിനൊരു 5 റുപ്യ എടുത്തിട്ടേ ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണില്ലേ ഒരു തെറ്റുമില്ല. ഇതൊക്കെ തെറ്റായിട്ട് കാണുന്ന ആൾക്കാരില്ലേ, ആദ്യം ഈ പാവങ്ങളുടെ മുഖത്തുള്ള ഈ സന്തോഷം കണ്ടോക്കി, എന്നിട്ട് ബാക്കി പറയും. അമ്മയുടെ പൈസ 2000 രൂപ കഴിഞ്ഞു. മതി, ഇത് വേണ്ട. എടുത്തതല്ലേ 3 നേരം ടാങ്കും പഞ്ചാരയാണ് കളി കുടിക്കുന്നത്. ഇതാ കണ്ടില്ലേ, എത്ര സന്തോഷമായി ആ കുടുംബത്തിന്. നമ്മളെല്ലാവരും പോലെ കുറച്ച് ദിവസമേ ഓലും നല്ല ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ എന്ന്. ഇതേപോലെ ഒരാളെങ്കിലും മുഖത്ത് ഇങ്ങനെ സന്തോഷം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിലേ അതുപോലെ നമുക്കൊക്കെ ഉയരങ്ങളിലെത്താൻ. പിന്നെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്താ കിട്ടണമെന്നുള്ളതല്ലേ അത് ഈ വീഡിയോ പറയും. എന്റെ പൊന്നുമോന് ദീർഘായുസ്സുകൾ കൊടുക്കണമല്ലോ, ശരീരത്തിൽ കൊടുക്കണേ. അയ്യവാ, ഇത് കണ്ടപ്പല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ മനസ്സാന്ന് അറിഞ്ഞത്. ഈ നോമ്പ് കാലത്തും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അല്ലേ അവരവരുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് മാത്രമാണ് ഈ പള്ളിൻ്റെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ പിന്നെ ജാതിയോ മതമോ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. അവിടെ ഉള്ളത് ആകെ എന്താണ്? ഒരു ചാൺ വയറിൻ്റെ വിശപ്പ് മാത്രം. ആ വിശപ്പ് നിങ്ങളെയും കൊണ്ട് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിലേ അവരുടെ മുന്നിലേ നിങ്ങൾ ദൈവതുല്യനാണ്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ആൾക്കാരെയും കൊണ്ടേ ഇവരും നല്ല ഭക്ഷണം കഴിച്ചിട്ടും നല്ല വസ്ത്രം ധരിച്ചിട്ടൊക്കെ ജീവിക്കട്ടെ എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴേ പരമാവധി സഹായിക്കാൻ നോക്കുക. 10 റുപ്യെങ്കിൽ 10 റുപ്യ അത് മതിയെന്ന്. അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കൂല. അതുകൊണ്ടേ 2-3 കൂട്ടം ഡ്രസ്സൊക്കെ എടുത്തിട്ടേ വെറുതെ പൈസ കളയാതെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യൂന്നേ. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.